നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ബി.പി. ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1988-89 SSLC ബാച്ചിലെ സംഗമം നീലപ്പാവാട സഹപാഠികൾക്ക് മധുരിക്കുന്ന ഓർമ്മയായി. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹപാഠികളുടെ 3.5 പതിറ്റാണ്ടിന് ശേഷമുള്ള ഒത്തുകൂടൽ വികാര നിർഭരമായ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നാഷണൽ സർവീസ് സ്കീം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഫ്രീഡം വാൾ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ അനാച്ഛാദനം ചെയ്തു. നിറമരുതൂർ പാലിയേറ്റീവ് കെയറിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. നിറമരുതൂർ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് KM കാസിം ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ CMC ഖാദർ ശിലാസ്ഥാപനം നിർവഹിച്ചു. തിരുനാവായ എടക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയർ എടക്കുളത്തിന്റെ വിവിധ സെക്ഷനുകളുടെ ഉദ്ഘാടനവും സ്വാതന്ത്ര്യ ദിനാഘോഷ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. രാഷ്ട്രത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് എടക്കനാട് GMUP സ്കൂളിൽ വർണ്ണശബളമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ V. അബ്ദുസിയാദ് പതാക ഉയർത്തിക്കൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മൻഷ ഉൽ ഇസ്ലാം മദ്രസയിൽ 78ാം സ്വാതന്ത്ര്യ ദിനം അതിവിപുലമായി ആഘോഷിച്ചു. മഹല്ല് പ്രസിഡന്റ് P. ബാവ പതാക ഉയർത്തി. മയക്കുമരുന്ന് കടത്ത് അടിപിടി കേസുകളിലെ പ്രതിയായ തിരൂർ ബി.പി. സ്വദേശി പൂക്കയിൽ വീട്ടിൽ ഷെബിനെ കാപ്പ നിയമം ചുമത്തി നാടുകടത്തി. 6 മാസക്കാലത്തേക്കാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. തിരൂർ ബി.പി. കോട്ടത്തറ പഞ്ചായത്ത് കുളത്തിൽ 5 വയസ്സുകാരനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം. അരിക്കാഞ്ചിറ സ്വദേശി മേലേപ്പുറത്ത് വളപ്പിൽ ഷിഹാബുദ്ദീന്റെ മകൻ ഷഹസിനാണ് മരണപ്പെട്ടത്. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡൽ തിരൂർ അക്കിരഷാ നിലയം സ്റ്റേഷൻ ഓഫീസറും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മലപ്പുറം ജില്ലാ വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് സ്റ്റേഷൻ ഓഫീസറുമായ VK ബിജു. 2008 കേരള മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലും 2014 രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരൂർ സ്റ്റേഷനിലെ സീനിയർ CPO KK ഷിജിത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. താനൂർ കേപുരം സ്വദേശിയായ 37-കാരനായ ഷിജിത്ത് തിരൂർ സ്റ്റേഷനിൽ കാപ്പ കേസുകൾ കൈകാര്യം ചെയ്തതും 41 ഗുഡ് സർവീസ് എൻട്രികളും പരിഗണിച്ചാണ് മെഡൽ നൽകുന്നത്. മദ്യനിരോധന സമിതി മലപ്പുറം കലക്ട്രേറ്റ് പടിക്കൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 1ാം വാർഷിക ദിന സമ്മേളനത്തിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സന്നദ്ധ സംഘടനയായ ഇന്റഗ്രേഷൻ ഓഫ് ക്രിയേറ്റീവ് സിറ്റിസൺ പ്രവർത്തകർ വാരണാക്കരയിൽ നിന്നും മലപ്പുറം സമരപ്പന്തലിലേക്ക് പദയാത്ര നടത്തി. തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ ഭൂമികയിൽ നിർണായക പങ്കുവഹിച്ച മുത്തശ്ശി സ്കൂളായ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത് 125ാം പിറന്നാൾ. 125ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രവാസികളായ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.